ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമുക്ക് ആക്ച്വലി ഇന്നലെ നമ്മുടെ സാംസങ് S24 സീരീസുകൾക്ക് നമ്മുടെ നവംബർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നവംബർ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കാണിച്ചു തരാം. ഇത് വലിയ സൈസ് ഒന്നും ഇല്ല, 460 MB ഒക്കെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇത് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൽ വലിയ അവർ പറഞ്ഞേക്കുന്നത് ഡിവൈസ് പ്രൊട്ടക്ഷൻ നമ്മുടെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഗ് ഫിക്സുകളും ചിലതൊക്കെ ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ നെറ്റ്വർക്കിന്റെയും ചെറിയൊരു ഇഷ്യൂ കംപ്ലൈന്റ് അതെല്ലാവർക്കും ഉണ്ടാവില്ല, ചില ഡിവൈസുകൾക്ക് മാത്രം ഉണ്ടാകുന്നതും ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറെ ആപ്പുകൾ ക്രാഷ് ആവുന്ന ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ, ഐഡിൽ ബാറ്ററി ഡ്രെയിൻ ഉണ്ടല്ലോ, അത്യാവശ്യം മുമ്പത്തെക്കാട്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ അപ്ഡേറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ രണ്ടും കൂടി ബണ്ടിലായിട്ട് വേറെ കിട്ടിക്കോളും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും തോന്നിയില്ല. ഇമ്പ്രൂവ്മെന്റ് അല്ല ശരിക്കും തോന്നിയത്, ഡൗൺഗ്രേഡ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതിപ്പോ സെക്യൂരിറ്റി പാച്ച് ഉണ്ടോ, നവംബറിലത്തെയാണ്. ഇതാണ് ആ വേണമെങ്കിൽ ഞാൻ അതിന്റെ മോഡൽ നമ്പർ വേർഷൻ പറയാം. S928BX-S4CY-K2 എന്നൊരു മോഡലാണ്. അത് ചിലപ്പോൾ മാറും. ഇത് S24 അൾട്രയുടെ മോഡൽ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ S24 നമ്മൾ S24 സീരീസിലാണ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വേറെ സീരീസ് ആണ് സാംസങ് ഉപയോഗിക്കുന്നെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇത് നിങ്ങൾ ആരെങ്കിലും S24 സീരീസുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണം. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ എന്റെ ഡിവൈസിൽ മാത്രമാണോ ഇഷ്യൂ, അതോ എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ, അത് ഗ്ലോബലി അല്ല. എന്ന് വെച്ചാൽ ഈ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബഗ് ഫിക്സ് കാരണം എന്ന് പറയുന്നത് ഇപ്പോ 100 ഫോണുകളിലും ഈ ഇഷ്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതായത് നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ മരുന്ന് കഴിയുമ്പോൾ അറിയില്ല, ചിലവർക്ക് മാത്രമേ അതിന്റെ സൈഡ് എഫക്ട് കിട്ടുള്ളൂ. അതുപോലെ സംഭവമാണ് അത് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഫോണിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അത് നോർമലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ പറയാൻ കാരണം കേട്ടാ. അപ്പൊ ആരെങ്കിലൊക്കെ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് അതിന് വേണ്ടിയിട്ടാണ്. വേറെ വലിയ ഇമ്പോർട്ടന്റ് ചേഞ്ചസോ സംഭവമൊന്നും ഇല്ല. വേറെ ഒന്നും നമ്മൾ ചേഞ്ചസ് എന്ന് പറയാൻ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. പക്ഷെ ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ റീസെന്റ് നമ്മൾ സാംസങ്ങിന്റെ വീഡിയോസ് കിട്ടുന്നതെന്ന് വെച്ചാൽ സാംസങ് ഡിവൈസുകളെ കുറെ ഹാക്കേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ അപ്ഡേറ്റ്സിലാണ് ബഗ് ഫിക്സുകളും കാണാൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് വരിക. പക്ഷെ എന്തായാലും നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എനിക്ക് തോന്നുന്നു S24 സീരീസുകൾക്കും എനിക്ക് തോന്നുന്നു S23 സീരീസ് കൂടി കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ. പിന്നെ അതിന് ശേഷം S24നോ S25നോ ഒന്നിനും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് S23 സീരീസിൽ വരെ ഉപയോഗിച്ച ഡിസ്പ്ലേ പാനലിനായിരിക്കാം ഇഷ്യൂ. അതിനുശേഷം ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ സാംസങ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കുറെ കംപ്ലൈന്റ്സ് ആയല്ലോ, എന്തായാലും അതിനുശേഷം ഒന്നും കണ്ടിട്ടില്ല കേട്ടാ. അപ്പൊ അങ്ങനെ ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എന്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം.